എല്ലാവർക്കും നമസ്തേ. ഇപ്പോൾ സമീപകാലത്ത് ഒരു പേരിനെ ചൊല്ലിയുള്ള വിവാദം പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് JSK എന്ന സിനിമയുടെ സുരേഷ് ഗോപി നായകനായി അഭിനയിച്ചിട്ടുള്ള JSK എന്ന സിനിമയിലെ ജാനകി എന്ന പേര് ആണിപ്പോൾ വിവാദമായിരിക്കുന്നത്. ഇത് യഥാർത്ഥത്തിൽ മനഃപൂർവ്വം വിവാദം ഉണ്ടാക്കണം എന്ന് ഉള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഇതിൻ്റെ ബന്ധപ്പെട്ട അധികൃതർ ഇതൊരു വിവാദമാക്കി മാറ്റാൻ കാരണം. നമുക്കെല്ലാം അറിയാം, സാധാരണ ഒരു ഹിന്ദുവിൻ്റെ പേരെന്ന് പറയുന്നത് ഏതേലും ഈശ്വരന്മാരുടെ നാമത്തിന് പര്യായമായിരിക്കും എന്ന് പറഞ്ഞ് ഒരു സിനിമയ്ക്കോ അല്ലെങ്കിൽ സിനിമയിലെ കഥാപാത്രത്തിനോ ആ ഒരു പേര് കൊടുത്തത് കൊണ്ട് ആ സിനിമയുടെ പേരോ അല്ലെങ്കിൽ മറ്റോ നിരോധിക്കേണ്ടതോ അല്ലെങ്കിൽ ആ പേര് മാറ്റണമെന്ന് പറയാനോ ഒരു രീതിയിലും ഇവർക്ക് കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. സാധാരണക്കാരായിട്ടുള്ള ഹിന്ദുക്കൾ അല്ലെന്നുണ്ടെങ്കിൽ ആചാര്യന്മാർ ഇതിനെതിരെ ഇന്നുവരെ ഒരു എതിർപ്പും അറിയിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഈ സെൻസർ ബോർഡിൽ ഇരിക്കുന്ന ഈ ബന്ധപ്പെട്ടവരുടെ അധികൃതരുടെ ആ ഒരു നിലപാട് നമ്മൾ സംശയത്തോടു കൂടി തന്നെ നോക്കിക്കാണേണ്ടതാണ്. കാരണം ഇപ്പോൾ രാജ്യം ഭരിക്കുന്നത് ഈ ദേശീയവാദികളായിട്ടുള്ള സർക്കാരാണ്. അപ്പോൾ ആ സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ നാണം കെടുത്താവോ, ആ സർക്കാരിനെ ഏതൊക്കെ രീതിയിൽ പേരുദോഷമുണ്ടാക്കാമോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചില ഉദ്യോഗസ്ഥർ പെരുമാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം നമ്മൾ കാണാതിരിക്കരുത്. സെൻസർ ബോർഡ് തന്നെ നമുക്കറിയാം, ഭൂരിപക്ഷവും ഈ സെൻസർ ബോർഡിൽ ഉള്ള അംഗങ്ങൾ എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷ ചിന്താഗതിക്കാരായിട്ടുള്ള ആൾക്കാരാണ് കാലാകാലങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത് BJP ഭരണത്തിൽ വന്നതിന് ശേഷവും അതങ്ങനെ തുടരുന്നു. അത് ഒഴിവാക്കിയില്ലെങ്കിൽ ഇതേപോലുള്ള വിവാദങ്ങൾ ഇനിയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ ഇവരിതൊരു വിവാദമാക്കി എടുത്തോടുകൂടി തീർച്ചയായും സാധാരണക്കാർ ജനങ്ങൾ വിചാരിക്കുന്നത് എന്താണ്, ഇതിൻ്റെ പിന്നിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ആ ഒരു നിലപാടാണ് ഈ സെൻസർ ബോർഡ് നടപ്പാക്കുന്നത്. അങ്ങനെ ചിന്തിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. കാരണം ഈ സെൻസർ ബോർഡ് ഉൾപ്പെടെയുള്ളത് അതാത് സമയത്ത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് അല്ലെന്നുണ്ടെങ്കിൽ ആ ഗവൺമെൻറ്റിന് താല്പര്യമുള്ളവരായിരിക്കും. ഇതിനു മുമ്പ് വരെ ഈ BJP ഭരണത്തിൽ വരുന്നതിന് മുമ്പ് വരെ അങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അവരുടെ ഇഷ്ടക്കാരെയായിരുന്നു ഇതേപോലുള്ള സ്ഥാനങ്ങളിൽ നിയമിച്ചിരുന്നത്. എന്നാൽ BJP ഭരണത്തിൽ വന്നതിന് ശേഷം ആ ഒരു നിലപാട് മാറി. അർഹതപ്പെട്ടവർ ഏത് രാഷ്ട്രീയമാകട്ടെ ഇതേപോലുള്ള സ്ഥാനങ്ങളിൽ വരാൻ തുടങ്ങി. ഇത് മുതലെടുത്തുകൊണ്ട് ഇത്തരം ചില ആൾക്കാരുടെ ഈ അധികൃതരുടെ ഈ സെൻസർ ബോർഡ് അംഗങ്ങളുടെ അവരുടെ രാഷ്ട്രീയം മനസ്സിൽ വെച്ചുകൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ കേന്ദ്ര സർക്കാരിനും അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിക്കും എത്രമാത്രം ജനങ്ങൾക്കിടയിൽ ഒരു പേരുദോഷം ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവരുടെ ഇത്തരം ഉദ്യോഗസ്ഥരുടെ നിലപാട്, ഇത്തരം അധികൃതരുടെ നിലപാട്. അതിനനുസരിച്ച് അവർ കാലാകാലങ്ങളിൽ ഓരോരോ വിവാദങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ടുവരും, വിവാദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അതിനെ ശക്തമായി നമ്മൾ തടയണം, നേരിടണം. ഈ ഒരു കഥാപാത്രത്തിൻ്റെ അല്ലെ ഒരു സിനിമയുടെ പേരിൽ അല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ഇത്ര വലിയ കുഴപ്പം? അതേസമയം നമ്മുടെ ഈ ആരാധനാമൂർത്തികളെ അവരെ അധിക്ഷേപിക്കുന്ന ഇതാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് ഇതേപോലൊരു സീതാദേവി അല്ലെന്നുണ്ടെങ്കിൽ പാർവതി ദേവി എന്നൊക്കെയുള്ള പേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. കാരണം ഈ പാർവതി ദേവി, സീതാദേവി എന്നൊക്കെ പറയാൻ നമ്മൾ ദേവിയായിട്ട് നമ്മൾ നിത്യം വിളിക്കുന്ന പേരുകളാണ്. അങ്ങനെയുള്ളപ്പോൾ തീർച്ചയായിട്ടും ഈ ജാനകി എന്നുള്ള ഒരു പേരിൽ വലിയ വിവാദമാക്കേണ്ടതില്ല. സീതാദേവിയുടെ ഒരു പര്യായമാണ് ജാനകി. ഇപ്പോൾ ശ്രീകൃഷ്ണന്റെ പര്യായമാണ് ഗോപാലകൃഷ്ണൻ, രാധാകൃഷ്ണൻ, അല്ലെ ഗോപികൃഷ്ണൻ, അല്ലെന്നുണ്ടെങ്കിൽ യദുകൃഷ്ണൻ, ഇങ്ങനെയൊക്കെയുള്ള പേര്. ശ്രീരാമചന്ദ്രൻ ഇതേപോലുള്ള പല പേരുണ്ട്.
അതിനെയൊക്കെ നമ്മൾ ഈ മനുഷ്യർ അവരുടെ നാമമായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു. അതൊരു സിനിമയുടെ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ സിനിമയുടെ പേരായിട്ട് വന്നുകൊണ്ട് നമ്മൾ വിവാദമാക്കേണ്ടതില്ല. ആ ചിത്രത്തിൽ ഇങ്ങനെ ഒരു പേരിട്ടിട്ട് നമ്മുടെ ആ ജാനകി എന്ന പേര് ഉള്ള സിനിമയിൽ സീതാദേവിയെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള കഥാപാത്രമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ പേരും ഈ സിനിമയും മനഃപൂർവ്വം ഇവിടെ ഹിന്ദു സമൂഹത്തിനെ അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ ആരാധനാമൂർത്തിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഇത്തരം പ്രവണതകൾ നമ്മൾ ശക്തമായി എതിരിട്ട് അത്തരക്കാരെ ഇത്തരം സ്ഥാനങ്ങളിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഭാവിയിൽ ഇങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ സമൂഹത്തിൽ ചർച്ചയാക്കി കുറേ ആൾക്കാരിൽ ഒരു തിരിച്ചുള്ള ഒരു ബോധം സൃഷ്ടിക്കുന്ന അതിനുള്ള അവസരം ഒരിക്കലും ഉണ്ടാക്കി കൊടുക്കരുത്. അത് സമൂഹത്തിൽ ഒരുപാട് ദോഷം ചെയ്യുന്ന കാര്യമാണ്. സമൂഹത്തിൽ അനാവശ്യമായിട്ടുള്ള ഭേദചിന്തകളും അതേ തുടർന്ന് ഈ ഒരു അസമാധാനം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇത് പോകും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇതിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ദേശത്തിനെന്നും വിരുദ്ധമായിട്ട് നിൽക്കുന്ന, ദേശീയതയ്ക്കെതിരായിട്ട് നിൽക്കുന്ന ചില പ്രസ്ഥാനങ്ങളുണ്ട്. അവർ ഈ അവസരം മുതലെടുത്ത് ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗീയതയും സ്പർദ്ധയും വളർത്താൻ വേണ്ടിയാണ് ഇത്തരം സാഹചര്യങ്ങൾ അവർ ഒരുക്കുന്നത്. ഇത് പറയാൻ കാരണം, നേരത്തെ ഒരു സിനിമ ഇറങ്ങി, കേരള സ്റ്റോറി. ആ സിനിമയ്ക്കെതിരെ ഒരു മതവിഭാഗത്തിനെതിരായിട്ടുള്ളതാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ആ സിനിമയ്ക്കെതിരെ പ്രവർത്തിച്ചവരാണ് ഇപ്പോൾ ഈ പേര് വിവാദം വന്നപ്പോൾ ഈ പേരിനെ അനുകൂലിച്ചുകൊണ്ട് അവർ രംഗത്തെത്തിയിരിക്കുന്നത്. അവരന്ന് പറഞ്ഞില്ല ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, അതൊരു കഥയാണ്, സിനിമാ കഥയാണ്, അത് നമ്മൾ എതിർക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നതിന് പകരം അതിനെതിരെ പ്രശ്നം ഉണ്ടാക്കിയ കക്ഷികളാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ ഉൾപ്പെടെയുള്ളവർ. അത്തരക്കാർക്ക് ഈ ഒരു മുതലെടുക്കാനുള്ള അവസരമാക്കി മാറ്റി തീർക്കാൻ അധികൃതർ ശ്രമിക്കരുത്. അതിനെ തടയിടാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികൾ ശ്രമിക്കണം. അല്ല എന്നുണ്ടെങ്കിൽ സമൂഹത്തിൽ അരാജകത്വം ഉണ്ടാകും, അസമാധാനം ഉണ്ടാകും, അക്രമം ഉണ്ടാകും. അതിനാൽ ഈ പേരിനെയൊക്കെ എതിർക്കുന്ന കക്ഷികൾക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് അവരെ ഒഴിവാക്കി നിർത്തി ഈ മേലിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിന് ബന്ധപ്പെട്ട ഭരണാധികാരികൾ തയ്യാറാവുകയും ചെയ്യണം. നമ്മുടെ ഹൈന്ദവ ആചാര്യന്മാർ ഇത്തരക്കാർക്കെതിരെ രംഗത്ത് വരണം. സാധാരണ ജനങ്ങളും ഇത്തരക്കാരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കണം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സൽപ്പേരിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും നല്ലത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.